നിങ്ങൾ കുളിച്ചോളി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളെ, മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞ ഡോക്ടറെ മുന്നിൽ മുഖത്ത് മൂടിയ തുണി നീക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു, എന്റെ വാക്ക് കേട്ട് നിങ്ങൾ കുളിപ്പിക്കണ്ട. ഇത് മരിച്ചിട്ടുണ്ടോ, മരിച്ചിട്ടില്ലേ എന്ന് ഡോക്ടർക്ക് പോലും ഉറപ്പ് നഷ്ടപ്പെട്ടു. ഒരു കുട്ടിയും ആ മയ്യത്ത് കുളിപ്പിക്കാൻ മുന്നോട്ട് വന്നില്ല. മുഅ്മിനീങ്ങളെ, മരണം അത് ബേജാറാണ്, പക്ഷേ മരണം സന്തോഷമാ, അതാനന്ദമാ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ്യാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇതെപ്പോഴാണ് മനുഷ്യൻ കേൾക്കുന്നത്? അവൻ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് മുഅ്മിനീങ്ങളെ മുന്നിൽ കേൾപ്പിക്കുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تهزنوا وأبشروا بالجنة التي كنتم توعدون. കൈകാലുകൾ തമ്മിലടിക്കുന്ന സന്ദർഭം. കല്ലാ ഇദാ ബലഗത് തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق. തണ്ടൻ കാലുകൾ തമ്മിലടിക്കുന്ന സന്ദർഭം, ഈ ലോകത്തോട് മരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയ സന്ദർഭം എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, യുവാക്കൾക്കുണ്ട്, യുവതികൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. ഒരു ദിവസമുണ്ട്, ഡേറ്റും ചുപ്പിരയിരിട്ടുണ്ട്, എന്നാന്നറിഞ്ഞുകൂടാ. വേനൽക്കാലത്താണോ മഴക്കാലത്താണോ, മഴയുള്ള സമയത്താണോ, രാത്രിയാണോ പകലാണോ, ജനുവരിയിലാണോ ഫെബ്രുവരിയിലാണോ, മുഹറത്തിലാണോ ദുൽഹിജ്ജയിലാണോ, റമളാനിലാണോ, നാട്ടിൽ നിന്നാണോ ആശുപത്രിയിൽ നിന്നാണോ, അറിഞ്ഞുകൂടാ. പക്ഷേ സംഭവമുണ്ട്. അയ്നമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. അയ്നമാ തകൂനൂ, നിങ്ങൾ എവിടെ ചെന്നാലും, കോട്ടക്കൊത്തളങ്ങളിൽ താമസിച്ചാലും, രാജകീയ പ്രൗഢിയോടുകൂടി നിങ്ങൾ സ്ഥാപിച്ച നിങ്ങളെ കൊട്ടാരങ്ങൾക്കുള്ളിൽ നിങ്ങൾ അധിവസിച്ചാലും, നിങ്ങളെ പൂട്ടുകളും കതകുകളും നിങ്ങൾ ഭദ്രമായി പൂട്ടിവെച്ചാൽ, മനുഷ്യന്റെ ആത്മാവ് പിടിച്ചെടുക്കുവാൻ ചുമതലപ്പെടുത്തിയ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം വരുമെന്നാണ് ഖുർആൻ പറയുന്നത്. അയ്നമാ തകൂനൂ, നിങ്ങൾ എവിടെ പോയാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, ശക്തമാക്കപ്പെട്ട ബുറുജുകളിൽ, ഇതിഹാസമൂറുന്ന വലിയ രാജകീയമായ കൊട്ടാരങ്ങളിൽ നിങ്ങൾ താമസിച്ചാലും അവിടെയും മരണം നിങ്ങളെ വന്ന് പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ഉമ്മമാരെ, ഉപ്പമാരെ, ഈ സന്ദർഭത്തിലാണ് സന്തോഷിച്ച് നമുക്ക് മരിക്കേണ്ടത്. ഇവിടെയാണ് റാഹത്തോടെ നമുക്ക് മരിക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷിച്ച് മരിച്ചു പോയത്. അല്ലാഹുവിന്റെ മലക്കുകൾ മനുഷ്യന്റെ മുമ്പിൽ വന്നുകൊണ്ട് അതാ
അവനോട് പറയുന്നു, മോനെ, നീ മരിക്കുമെന്ന ഉറപ്പ് നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ആര് സമാധാനിപ്പിക്കാനുണ്ടെങ്കിലും മനസ്സുറപ്പിച്ചില്ല. അപ്പോഴാണ് സമാധാന മന്ത്രങ്ങൾ ഉയർത്തി നമ്മുടെ മുന്നിൽ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വരുന്നത്. മോനെ, കരയില്ല മോനെ, അല്ലാ തഖാഫൂ, നീ പേടിക്കല്ല മോനെ, വലാ തഹ്സനൂ, ദുഃഖിക്കല്ലേ സഹോദരാ. വീട് വിടാൻ പോവുകയാണ്. ഉമ്മാനെ, ഉപ്പാനെ, ഭാര്യ, ഭർത്താവിനെ, മക്കളെ, നാട്ടുകാരെ, കുടുംബക്കാരെ, സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ക്ലാസ് വിത്തുകൾ, സർവ്വ ആളുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമാജ ശിക്ഷിക്കാൻ എത്തിച്ചേരുന്നത് അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകൾ. എന്നിട്ട് പറയുന്നു, സ്വർഗം ഒന്ന് നോക്കി മോനെ, ഇതുവരെ ഫോട്ടം നോക്കിയില്ല, ഇതുവരെ കണ്ണുകൊണ്ട് ചീത്ത ഒന്നും കണ്ടില്ല, പടങ്ങളൊന്നും കണ്ടില്ലെങ്കിലും അല്ലാഹു സ്വർഗത്തെ അവന്റെ മുമ്പിൽ കാഴ്ച വെക്കുമ്പോൾ ആ വെപ്രാളവേദനാജനകമായ സമയത്ത് അവൻ സ്വർഗലോകം കാണുമ്പോൾ അവന് സമാധാനം വരുന്നു. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, മലക്കുകൾ പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, വളരെ സമാധാനത്തോടെ, വളരെ അച്ചടക്കത്തോടെ, ശബ്ദകോലാഹലങ്ങളില്ലാതെ, അനാവശ്യ പ്രവണതകളിൽ ഏർപ്പെടാതെ, അല്ലാഹുവിന്റെ പൂർണ്ണമായി വഴിപ്പെട്ട്, അല്ലാഹുവിന്റെ കൽപ്പനത്തിൽ പൂർണ്ണമായി അടിമപ്പെട്ട്, അല്ലാഹുവിന്റെ ശാസനകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് ഒരു അടിമയാണെന്ന ബോധത്തോടെ ഈ ലോകത്ത് ജീവിച്ച മനുഷ്യ, പാതിരക്കകന്ന് തടുക്കുന്ന സമയത്ത് വെള്ളം കൊണ്ട് ഉദൂ ചെയ്ത് പ്രഭാതമായപ്പോ പള്ളിയിൽ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവൻ നിസ്കാരത്തിന് വന്നു. കഴിവിന്റെ പരമാവധി സുന്നത്ത് നോമ്പുകളെ വിട്ടിച്ചു, വിക്രുകൾ, സ്വലാത്തുകൾ, ഖുർആനുകൾ അവന്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അവൻ ഉൾക്കൊള്ളുവാനും പകർത്തുവാനും ശ്രമിച്ചു. ഇങ്ങനെ വളരെ സമാധാനത്തോടെ അല്ലാഹുവിന്റെ നിയമങ്ങൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അത് പൂർണ്ണമായി സുരക്ഷ വഹിച്ചുകൊണ്ട് ജീവിച്ച സത്യവിശ്വാസിയെ, ഓ അല്ലാഹു പറയുന്നത്, ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ, നീ സന്തോഷിച്ചു പോകുമോനെ, റാഹത്തോടെ പോകുമോനെ, സന്തുഷ്ടനും സംതൃപ്തനുമായി നിറഞ്ഞ സംതൃപ്തിയോടെ യാത്ര പോകുമോനെ. ഫദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് സന്ദർഭത്തിൽ സന്തോഷമുണ്ടെന്ന മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നത് അതല്ലേ. യഹ്യൽ ജലായിദങ്ങൾ വഫാത്തായ സമയത്ത് മയ്യിത്ത് കുളിപ്പിക്കാൻ ആരും വരാതെ വന്നപ്പോൾ തന്റെ സഹോദരന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു മകന് വന്നിട്ട്, അദ്ദേഹം ധൈര്യവാനാണ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചിരിക്കാണെങ്കിൽ അവിടെ ചിരിച്ചോളി, ഞങ്ങൾ കുളിപ്പിക്കുന്നു. യഹ്യൽ ജലായിദങ്ങളെ മയ്യിത്ത് പുഞ്ചിരിക്കുന്ന സന്ദർഭത്തിൽ ചിരിയോടുകൂടി വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് കപഞ്ഞ് അദ്ദേഹം പള്ളിയിൽ കൊണ്ടുവരുന്നു. അദ്ദേഹം തന്നെ ധൈര്യപ്പെട്ട് ഇമാമൊന്ന് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്നു. ഓ മുഅ്മിനീങ്ങളെ, മരണം അത് പ്രയാസമാണ്, അത് ദുഃഖമാണ്. മരണം വരുമെന്നതിന്റെ പേരിൽ പ്രവാചകന്മാര് പോലും അല്ലാഹുവിനോട് അതിന്റെ മുന്നറിയിപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടത് സത്യമാണ്. പക്ഷേ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം നിലനിർത്തി ഈ ലോകത്ത് ജീവിച്ചാൽ മരിക്കുന്ന സമയം ജീവിതത്തിന്റെ ആനന്ദത്തിന്റെ ഏറ്റവും വലിയ ലഹരിയാണ്, വലിയ സന്തോഷമുള്ള സന്ദർഭമാണ്.
ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, ഖബറിൽ മനുഷ്യന്റെ മയ്യിത്ത് കൊണ്ടുപോയി മറവ് ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ വ്യക്തമായ ഉത്തരം ഒരു മനുഷ്യൻ കൊടുത്താൽ മലക്കുകൾ അവനോട് പറയുന്നത് നൗമത്തൽ അറൂസ്, പുതിയാപ്പള ആദ്യ രാത്രിയിൽ വീട്ടിലുറങ്ങുന്നത് പോലെ നീ സന്തോഷിച്ചു ഉറങ്ങുമോനെ. എന്തിനേടവില്ല ഭയപ്പെടുന്നത്? ഈ ലോകം കൊണ്ട് മനുഷ്യൻ അഭയമായ മണ്ണറയെപ്പറ്റി കല്ലറയെപ്പറ്റി അല്ലാഹു പഠിപ്പിക്കുന്നത്, ഹബീബ് പഠിപ്പിക്കുന്നത് എല്ലാ കൃത്യങ്ങൾക്കും കൃത്യമായ വ്യക്തമായ ഇജാബത്ത് ഉത്തരം കൊടുത്താൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മോട് മലക്കുകൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഉറങ്ങി വിശ്രമിക്കൂ. പുതിയാപ്പള ആദ്യ രാത്രിയിൽ മണിയറയിൽ ഉറങ്ങുന്നത് പോലെ അല്ലാഹ് ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആരാണ് പുതിയാപ്പളയെ വിളിക്കുന്നത്? അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയം, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹധർമ്മിണി വന്ന് ആ ഉറക്കിൽ നിന്ന് അവനെ വിളിക്കുമ്പോൾ ആ ഉണർവിൽ അവന്റെ സന്തോഷത്തിന് അതിരില്ല എന്നല്ലേ? ഇപ്രകാരം ഒരു മനുഷ്യനോട് ഖബറകത്ത് കഴിയുമ്പോൾ മലായിക്കത്ത് പറയുമെന്നും എന്നിട്ട് സ്വർഗത്തിന്റെ പരപരാതി ഖബറിൽ വിരിച്ചു കൊടുക്കുമെന്നും സ്വർഗത്തിന്റെ പരിമളം ഖബറിന്റെ ഉള്ളിലേക്ക് വരുമെന്നും മഹാന്മാര് പഠിപ്പിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചില്ലേ? ഹിശാം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തില്ലേ? മദീനയിൽ അല്ലാഹ് മദീന പള്ളിയുടെ ഭിത്തി അടർന്നു വീണപ്പോൾ ഒരു ചെരിപ്പടിക്കാന് പുറത്തേക്ക് വന്നു എന്നല്ലേ ഇമാം ബുഖാരിയല്ലേ രേഖപ്പെടുത്തിയത്? ആ കാലത്ത് ജീവിച്ച സത്യവിശ്വാസികൾ പേടിച്ച് ഭയവിഹ്വലരായി പരിഭ്രമിച്ചു പോയി. ഇത് പുന്നാരത്തങ്ങളെ കാലാണോ എന്ന് പോലും അവർ ബേജാറായി പോയി, വിചാരിച്ചു പോയി. അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞു കൊടുക്കാനാരും അവരെത്തിയിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉറുവത്ത് തങ്ങൾ അവരെ സമീപത്തേക്ക് വരുന്നത്. മഹാനായ ഉറുവത്ത് തങ്ങൾ പറയുന്നു, ഞാൻ പറയാം ഈ കാല് ആരക്കാരാണ്? വല്ലാഹി 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 ഇല്ലാ ഖദം ഉമറ, ഇല്ലാ ഖദം ഉമറ. ഇത് മാത്രമേ നിങ്ങൾക്ക് സംശയം വേണ്ട. സംശയം അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ തുറന്ന് പ്രഖ്യാപിക്കുന്നു, എനിക്കറിയും ഇത് ബഹുമാനപ്പെട്ട സയ്യിദുൽ മുഅ്മിനീൻ ഖത്താബുകളുടെ കാൽപ്പാടമാണെന്ന് ഞാൻ നിങ്ങളോട് തീർച്ചപ്പെടുത്തി പ്രഖ്യാപിക്കുന്നു എന്ന് മഹാനായ ഉറുവത്ത് തങ്ങൾ പറഞ്ഞ് ഈ മഹാസംഭവം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുകയാണ്. കണ്ടോണ്ട് മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അവന്റെ ഖബറകത്ത് കാണുന്ന കാൽപ്പാടുകൾക്ക് പോലും പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പോലും പകർച്ചകൾ, മാറ്റങ്ങൾ, പരിണാമങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്ലാമിന്റെ പ്രചണ്ഡമായ രേഖകളാണ് സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് ഈ വരാനിരിക്കുന്ന നമ്മുടെ ഭാവികാലം ഭാസുരമാക്കുന്നതിനെ പറ്റിയാണ്, അത് വിജയപ്രദമാക്കുന്നതിനെ പറ്റിയാണ്. ഈ നൈമിഷികമായ ക്ഷണികമായ ആധുനിക കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പരലോകം സന്തോഷമാക്കി തരട്ടെ. ആമീൻ. ഖബർ ഈ അവസ്ഥയിലാണ്, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെയാണ് സന്തുഷ്ടമായ ജീവിതം. ആ ഖബറിൽ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ കേട്ട് കാണും. മുഅ്മിനീങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മയ്യിത്ത് മിസ്ർ നൈൽ നദിയിൽ 400 കൊല്ലം മറവ് ചെയ്തത്, മൂടിയത്
മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഹി അറിയിച്ചു എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മയ്യിത്ത് നൈൽ നദിയിൽ നിന്നെടുത്ത് പിന്നീട് പിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഖദ്ദസായ ഭൂമിയിൽ കൊണ്ടുപോയി മറമാടാൻ യൂസുഫ് നബിയുടെ ശരീരം ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പാത്രത്തിൽ ഒരു പെട്ടിയിലാക്കി വെള്ളത്തിന്റെ ഉള്ളിൽ മറവ് ചെയ്യുന്നു. ലോകത്ത് 4ാം സ്ഥാനം അലങ്കരിക്കുന്ന വെള്ളമാണ് നൈൽ നദിയിലെ വെള്ളം. ആ വെള്ളത്തിന്റെ ഉള്ളില് യൂസുഫ് നബിയുടെ മയ്യിത്ത് മറവ് ചെയ്യുന്നു. മൂസാ നബി തങ്ങൾ 400 കൊല്ലം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം യൂസുഫ് നബിയുടെ മയ്യിത്ത് ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്നു. അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു സ്ഥലങ്ങള്. പുറത്തെടുത്തു. മയ്യിത്തിന് കേടുപാട് സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. യൂസുഫ് നബിയെ ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് മഹാന്മാരായ പ്രവാചകന്മാരും പിതാമഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യമഞ്ഞിൽ കൊണ്ടുപോയി മറമാടുന്നു. ആ പെട്ടി മൂസാ തങ്ങൾ പിന്നെ പറക്കത്തിന് വേണ്ടി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എവിടെ പരാജയമുള്ളത്? മരണം സംഭവം വലിയ സംഭവമാണ്. പക്ഷെ മുത്തഖിയാണോ മുഅ്മിനാണോ? മരണം സന്തോഷം തന്നെയാണ്. മരണശേഷമുള്ള ജീവിതവും സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ, ലോകത്ത് ജനിച്ചവരും ജനിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറ. ഇന്ന് കണ്ടില്ലേ, ലോക മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അറഫ. അല്ലാഹു തആല മനുഷ്യൻ ജനിക്കുന്നതിന്റെ മുമ്പ് ലോകം അവസാനിക്കുന്നത് വരെ ലോകത്ത് ജനിക്കുന്ന മനുഷ്യന്മാരുടെ ആത്മാക്കളെ അറുവാഹികളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു തആല വരാൻ പോകുന്ന എല്ലാ ആളുകളെയും വന്ന എല്ലാ ആളുകളുടെയും റൂഹുകളെ അല്ലാഹു ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ റൂഹ്. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, അലസ്തു റബ്ബിക്കും ഖാലൂ ബലാ. പിന്നെ വാക്ക് മാറിയവരാണ് അല്ലാഹുവിനെ വിശ്വസിക്കാത്ത വിഭാഗം. എല്ലാവരും അന്ന് സമ്മതിച്ചു. ഇന്ന് 600 കോടിയിലധികം ജനങ്ങൾ ഇന്ന് ലോകത്ത് ഇപ്പൊ ജീവിക്കുന്നത്. മരിച്ചവര് അതിലും കോടിക്കണക്കിലാണ്, ഈ വരുന്നത് അതിലും അപ്പുറത്താണ്. അപ്പോ എല്ലാ മനുഷ്യന്മാരുടെ റൂഹുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മഹ്ശറ വരുന്നേ ഉള്ളൂ, അതിന്റെ മുമ്പ് ഒരു മഹ്ശറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരീരമില്ലാത്ത ആത്മാക്കൾ സംഗമിച്ച മഹാസംഗമം അതെവിടെയാണ്? മഹാന്മാര് പറഞ്ഞു, ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ നോക്കിയാൽ കാണാം, അത് അറഫയില. അറഫയിലാണല്ലോ ലോകത്തെല്ലാരും വരുന്നത്. അന്ന് ആലമുൽ അർവാഹി ഒരു വട്ടം പരിചയപ്പെട്ട ആള് അറഫയിൽ വെച്ച് ഒരു വട്ടം പരിചയപ്പെടുന്ന റൂഹുകൾ നമ്മൾ കണ്ടുപിടിച്ചു. മനുഷ്യന്റെ റൂഹ് പിരിയലാണ്. അല്ലാഹു തആല ചിന്തിക്കാതെ എല്ലാ ദിവസവും മനുഷ്യന് മരണം തന്നിട്ടുണ്ട്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖലാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. എന്താണ് ഇത്? സൂറത്തിൽ അല്ലാഹു പറയാ, അല്ലാഹു യതവഫൽ അൻഫുസ, ശരീരങ്ങളെ അല്ലാഹു മരിപ്പിക്കുന്നു. ഹീന മൗതിഹാ, ആ ശരീരം മരിക്കുന്ന സമയത്ത്. അതേ പ്രയോഗം അല്ലാഹു പിന്നെ പറയുന്നത് ഉറങ്ങുന്നതിനെ പറ്റിയാണ്. സാക്ഷാൽ മരണത്തിന് പ്രയോഗിച്ച പദപ്രയോഗം അല്ലാഹു രാത്രിയിൽ അല്ലെങ്കിൽ പകലിൽ മനുഷ്യൻ ഉറങ്ങുന്ന ഉറക്കിനെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നു. വല്ലത്തി ലം തമുത്, മരിക്കാത്ത മനുഷ്യനെയും അല്ലാഹു മരിപ്പിക്കുന്നു. ഈ മനാമിഹാ, അവന്റെ ഉറക്ക്. അവിടെ മരണം അത് വ്യത്യസ്തമാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ വേർപാട് ആത്മാവിന് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് അർത്ഥങ്ങൾ ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം. അല്ലാഹു പറയുന്നു, മരിക്കാൻ വിചാരിച്ച മനുഷ്യന്റെ റൂഹ് അല്ലാഹു പിന്നീട് കൊടുക്കൂല. ഫയുംസികു അല്ലതി ഖലാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ, മറ്റേതിന്
കുറച്ചുകൂടെ ജീവിക്കണമെന്ന് അള്ളാഹു കണക്കാക്കി നിശ്ചയിച്ച ആളുകൾക്ക് അള്ളാഹു റൂഹ് കൊടുക്കും. ഇലാജലി മുസമ്മ. എന്താ മരണം? എന്താ ഉറക്കം? മരണം ഉറക്കെന്ന് പറഞ്ഞാൽ കണ്ണ് ചിന്തല, കണ്ണ് പൂട്ടിയ ഉറക്കെന്ന് പറയും. കയ്യും കാലും നീട്ടി വെച്ച ഉറക്കാവും, പുറപ്പിട്ട് മൂടിയ ഉറക്കാവും. ഇതൊന്നും ഉറക്കം. എന്താ ഉറക്കം? ഉറക്കെന്ന് പറഞ്ഞാൽ മരണം. എന്താണ് മരണം? മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവ് വേർപെട്ടു പോകുമ്പോ. ഇത് എല്ലാ ദിവസവും ഒരു മനുഷ്യന് സംഭവിക്കുന്നു. അല്ല മരിച്ചതുപോലെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ ചൊല്ലുന്ന ദിക്റല്ല അൽഹംദുലില്ലാഹ്. വലിയൊരു കാര്യമാണ്, കാരണം വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് അല്ലാഹു വലിയ ഒരു നിഅമത്ത്, ആ നിഅമത്തിന് ഹംദ്, നന്ദി. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. പടച്ചവനെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ രാത്രിയിൽ ഉറങ്ങി പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ചെല്ലണമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എല്ലാ ദിവസവും സംഭവിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ആത്മാക്കളെ, അർവാഹികളെ അള്ളാഹു ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അറഫയില്. ഇനി എല്ലാവരെയും അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ അവന്റെ ശരീരത്തോടൊന്നിച്ച്, അവന്റെ ബോഡിയോടൊന്നിച്ച് ഒരു കൂട്ടുമ്പോൾ ഹബീബായ തങ്ങളെ പറഞ്ഞല്ലോ, ഈ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പവും വ്യാസവുമുള്ള ഭാരവുമുള്ള ചന്ദ്രനും സൂര്യനും അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ശംസു കുബ്ബിറത്ത് വഇദൻ നുജൂമു ഖദറത്ത് വഇദൽ ജിബാലു സുജിറത്ത് വഇദൽ ബിഹാറു സുഖിറത്ത്. അല്ലാഹ് 60 ലക്ഷവും അതിലപ്പുറമൊക്കെ വ്യാസവും വലിപ്പവുമുണ്ടെന്ന് പഠിപ്പിച്ച ഈ സൂര്യനെ കുട്ടികൾ തട്ടിക്കളിക്കുന്ന പന്ത് പോലെ ചുരുട്ടപ്പെടുന്ന ദിവസമുണ്ട്. കടറത്ത് ഭൂമിയേക്കാൾ വലിപ്പമുള്ള വിശാലതയും വിസ്തീർണവുമുള്ള ചന്ദ്രഗോളങ്ങൾ, താരാപഥങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ അല്ലാഹു ഭൂമിക്ക് ഉപരിഭാഗങ്ങളിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭൂമിയിലേക്ക് താഴേക്ക് ഉതിർന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹു പഠിപ്പിക്കുന്നു, വഇദൽ ജിബാലു സുജിറത്ത്. മക്കളെ, എവറസ്റ്റ് കൊടുമുടിയും ലോകത്ത് കാണുന്ന കൂറ്റൻ മലകളും അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. പൊട്ടിത്തെറി സംഭവിക്കുന്ന ദിവസമുണ്ട്. പിന്നെ അല്ലാഹു പറയുന്നു, വഇദൽ ബിഹാറു സുഖിറത്ത്. എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കടലിന്റെ ഉള്ളിൽ നിന്നാണ്, സമുദ്രങ്ങളിൽ നിന്നാണ്. എണ്ണക്കടറിന് തീപിടിച്ചാൽ മാസങ്ങളോളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ആ എണ്ണ അടക്കം ചെയ്യപ്പെട്ട കടലിന്റെ ഉൾഭാഗവും അതിന്റെ ഉപരിഭാഗവും കത്തിക്കപ്പെടുന്ന ദിവസമുണ്ട്. കടൽ വെള്ളം മുഴുവനും കത്തി അമർന്ന് കത്തി നെരിഞ്ഞ് അത് മുഴുവനും നശിച്ചു പോകുന്ന ദിവസമുണ്ട്. സുബ്ഹാനല്ലാഹ്. കാട്ടിൽ ജീവിക്കുന്ന കടുവയും കരടിയും ആനയും പുലിയും സിംഹവും എല്ലാം കരയിലേക്ക് വരുന്നു. ആക്രമിക്കാനല്ല വരുന്നത്, എല്ലാം കരയായി പോയി, കാട് നഷ്ടപ്പെട്ടു പോയി. കാടുകളിൽ ജീവിക്കുന്നത് ലോകാവസാനത്തിന്റെ ദൃഷ്ടാന്തങ്ങളായി ഭൂമിയിലേക്ക് ജനവാസമുള്ള ജനകേന്ദ്രങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്ത് പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൊല്ലപ്പെട്ടത് ദുൽഹിജ്ജ മാസത്തിലാണ്. മദീനത്തെ പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന് ജമാഅത്തിന് ഇമാമിന് നേതൃത്വം കൊടുക്കുമ്പോൾ യഹൂദിയായ ദൂതനായ അബൂ ലുഅ്ലുഅയുടെ കയ്യിലെ കത്തികൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 6 കുത്തുകൊണ്ടിരുന്നു എന്നാണ്. മുഅ്മിനീങ്ങളെ 12 പേർക്ക് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും പലരും ആ കുത്തിൽ മരിച്ചു പോയിട്ടുണ്ട് എന്നുമാണല്ലോ ഈ ദുൽഹിജ്ജ മാസത്തില് ലോകത്തോട് വിട പറഞ്ഞ മഹാനാ
അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. കാലിന് കേടുപാട് സംഭവിക്കാത്തത് വെറുതെയല്ല. സുബ്ഹ് നിസ്കാരത്തിന് ഇമാമ് നിന്നപ്പോൾ കയ്യിലുള്ള മൂർച്ചയുള്ള ഘടകം കൊണ്ട് കത്തികൊണ്ട് കുത്തുകൊണ്ട് തൽക്ഷണം പള്ളിയിൽ ബോധമറ്റ് ബോധരഹിതനായി വീണുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക ശക്തിയുള്ള ഹൃദയാന്തരങ്ങളിലേക്ക് തുളഞ്ഞ് കയറിപ്പോകുന്ന ഈ ഖുർആനിന്റെ മന്ത്രം ധ്വനികളെ ഉമറുൽ ഫാറൂഖിന്റെ കാതുകളിലേക്ക് അടിച്ചു കയറിയപ്പോ ഉമറുൽ ഫാറൂഖ് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരു വീട്ടുമുറ്റത്തെത്തിയപ്പോഴാണ് ഈ ഖുർആനിന്റെ വചനം കേൾക്കുന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങുക. കാണാതെ ഖുർആന് പഠിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ ജീവൽ പോരാളിയായി നിലകൊണ്ട നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് ഹൃദയങ്ങളിൽ പിന്നെയും അത് ആവർത്തിക്കുന്നു. ഇത് ചിന്തിച്ചു മക്കളെ. 2012 വരുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചു പൊങ്ങുന്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദിക്കുമെന്ന് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ഇന്നത്തെ ശാസ്ത്രം സമ്മതിക്കാനെങ്കിലും സന്മനസ് കാണിച്ചെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം ഉമ്മത്തിന്റെ മാത്രമല്ല ഈ ലോകത്തിന്റെ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹബീബ് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകാവസാനത്തിന്റെ വ്യക്തമായ തെളിവായി പ്രഖ്യാപിച്ച പടിഞ്ഞാറുകൊണ്ടും സൂര്യൻ ഉദിക്കുമെന്ന സത്യത്തിലേക്കെങ്കിലും ഈ രാജ്യത്ത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കണ്ടുപിടുത്തങ്ങൾ എത്തിയില്ലേ? ഇതാണ് നമുക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനുമുള്ളത്. ലോകത്തിന് അവസാനമുണ്ടെന്നും അന്ത്യമുണ്ടെന്നും സത്യത്തിലേക്ക് ഹബീബിന്റെ പ്രഖ്യാപനങ്ങളിലേക്ക് ഈ ലോകം കടന്നു വന്നിട്ടില്ലേ? ഈ സൂര്യനെ പറ്റി ആരാണ് പ്രതിപാദിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക ആധാരമായ വിശുദ്ധ ഖുർആനിൽ ഇവ ശംസ് കുതിറത്ത് വഇദൽ നുജൂമു ഖദറത്ത് വഇദൽ ജിബാലു സുജിറത്ത് വഇദൽ ബിഹാറു സുജിറത്ത്. ഓ സഹോദരങ്ങളെ, ആ ഖുർആനിന്റെ വചനങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് ഓടുകയാണ്. എങ്ങോട്ടാണ് ഉമറുൽ ഫാറൂഖ് ഓടുന്നത്? ഈ തപ്പഴത്തോട്ടത്തിലേക്ക് ഓടുകയാണ്. ബുദ്ധിയുടെ സമനിലയ്ക്ക് മാറ്റം വന്നതോ സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ഉമർ ഇന്നത്തെ ഖുത്ബയിൽ ഓതിയല്ലോ. ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, യാ ലൈതനീ ലം തലിദ്നീ ഉമ്മ ഉമറാ. ഉമറിന്റെ ഉമ്മ ഈ ഉമറിനെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. മനുഷ്യന്റെ കൂട്ടത്തിൽ ഉമർ പെട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബുദ്ധിയുടെ ലെവല് തെറ്റിപ്പോയി. മോമിനീങ്ങളെ, സ്വർഗമാണ്, സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രി ഉമറുൽ ഫാറൂഖിന്റെ സ്വർഗം കണ്ടത് നിങ്ങളും ഞാനും പലതവണ കേട്ടതാണ്. അങ്ങനെയുള്ള ഉമറുൽ ഫാറൂഖ് ആഖിറത്തെപ്പറ്റി ആലോചിച്ച്, ലോകാവസാനത്തെപ്പറ്റി ആലോചിച്ച്, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതിനെ പറ്റി ആലോചിച്ച്, ഈ ഗാലക്സി ധാരാപഥങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ആലോചിച്ച് ബ്രെയിനിന്റെ സമനിലയ്ക്ക് മാറ്റം സംഭവിച്ച് പലത്തോട്ടങ്ങളിൽ ചെന്നുകൊണ്ട് മൂകമായ ഒരു അന്തരീക്ഷത്തിൽ ബഹുമാനപ്പെട്ടവൾ ധ്യാനനിരതനാകുന്നു. ദിവസങ്ങളോളം അവിടെ കടഞ്ഞുകൂടി എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംഭവിക്കുന്ന ഖിയാമത്ത് നാളിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് സമാധാനത്തിന് പഠിപ്പിച്ചതെന്താ? ഏകാനാകാശത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ അത്ഭുതമായ കുതിർത്ത് കൊണ്ട് സംവിധാനിച്ച അർശും കുർസിയും ലൗഹും കലമുമൊക്കെയുണ്ട്. ആ
ആരാണ് അർശിനെ താങ്ങി നിർത്തുന്നത്? ഈ വിശാലമായ ആകാശത്തിന്റെ തൂണുകളും ഭിത്തികളും പില്ലറുകളുമില്ലെങ്കിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ അല്ലാഹു ലോകത്തുണ്ട്. സൂര്യൻ ആകാശത്തുണ്ട്, ചന്ദ്രനുണ്ട്. ഇതിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ അത് സഞ്ചരിക്കുന്നത് തൂണുകൊണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് റഡാർ സംവിധാനം കൊണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് പ്രകാരമല്ലല്ലോ സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരം സംഭവിക്കുന്നതെങ്കിൽ അതിലും വലിപ്പമുള്ള വസ്തുവാ അറസെന്ന് പറയുന്നത് കേട്ടോ. ഓ മക്കളെ, ഭൂമിയിൽ മാത്രം ഉൾക്കൊള്ളാനുള്ള ചിറക് 600 ചിറകുള്ള ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് ഒന്ന് വിരിച്ചപ്പോഴേക്ക് ഭൂമി മുഴുവനും മൂടിപ്പോയി എന്നല്ലേ ഹദീസ് പഠിപ്പിച്ചത്? എങ്കിൽ അത്രയും ശക്തിവത്തായ മലക്കുകളെ ബദറിന്റെ രണഭൂമിയിലെ അബൂജാഹിലടക്കം സമ്മതിച്ചല്ലോ. വെട്ടുകാനൊന്നും ആളെ കാണുന്നില്ല, വെട്ടുന്ന ആളെ കാണുന്നില്ല, വെട്ടേ കാണുന്നല്ലോ. 5000 മലായിക്കത്താണല്ലോ ബദർ പോർക്കളത്തിൽ അല്ലാഹു ഇറക്കി കൊടുത്തത്. ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മഹാനാണല്ലോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും ഇസ്റാഫീൽ അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട മീകാഈൽ അലൈഹിസ്സലാം. അവരെ നേതൃത്വത്തിലായി 5000 മലക്കുകളെ 50,000 മലായിക്ക, 5000 മലായിക്കത്തിന്റെ സാന്നിധ്യം ബദർ പോർക്കളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മലായിക്കത്തിന്റെ ശക്തി അജയ്യമാണ്, അവരെ വേഗത അജയ്യമാണ്. ഒരു വെച്ച ഭക്ഷണം, ആ ഭക്ഷണത്തിൽ കോഴിയുണ്ട്, മീനുണ്ട്, പച്ചക്കറിയുണ്ട്, ചോറുണ്ട്, കറിയുണ്ട്, എല്ലാം നമ്മുടെ കൈകൊണ്ട് എടുക്കാനും പിടിക്കാനും എത്രമാത്രം എളുപ്പമാണോ അത്രമാത്രമാണ്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന 613 കോടിയോളം ജനങ്ങളെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനുള്ളത് വലിയ ശക്തിയും വലിയ കഴിവും അല്ലാഹു മലക്കുകൾക്ക് കൊടുത്തത്. അല്ലാഹു ചില മലക്കുകൾക്ക് കൊടുത്ത ഡ്യൂട്ടി എന്താ? അറസിനെ ചുമക്കലാണ്. ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്നവർ എന്നാണ്. ചില മലക്കുകൾക്കുള്ള മഹത്വം തന്നെ, അവർക്കുള്ള ജോലി അതാണ്. വലിയ കഴിവുള്ള മലക്കുകളെ അവരെ താങ്ങി നിർത്തിയിരിക്കുന്നു. അവർ വേറെ പണിയിൽ ഏർപ്പെട്ടിട്ടില്ല. അവരെ പണിയും അവരെ ജോലിയും അവരെ ഡ്യൂട്ടിയും അല്ലാഹുവിന്റെ സിംഹാസനമെന്ന് വിശേഷിപ്പിക്കുന്ന അറസിനെ താങ്ങി നിർത്തലാണ്, അത് ചുമക്കലാണ്, അത് വഹിക്കലാണ്. അത് നാളെ ഖിയാമത്ത് നാള് വരുമ്പോ അല്ലാഹു ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുന്നുണ്ട്. സബ്അത്തുൻ യുമില്ലുഹുമുല്ലാഹു യൗമ ലാ യുമില്ല ഇല്ലാ ബില്ലുഹു. അല്ലാഹുവിന്റെ അറസിന്റെ തണൽ ലഭിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ, വിയർപ്പുകളിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ അറസിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹിച്ച് അവശരാകുന്ന സന്ദർഭത്തിൽ, ഒരു തുള്ളി വെള്ളം എവിടെയും കിട്ടാത്ത സന്ദർഭത്തിൽ, കച്ചവടം നടക്കാത്ത സന്ദർഭത്തിൽ, തണുത്ത വെള്ളം പോയിട്ട് ചൂടുള്ള വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ ഹൗലുൽ കൗസർ ഉണ്ട്, മഹ്ശറയിലുണ്ട്, കുടിക്കാനുണ്ട്. കോടാനുകോടി ജനങ്ങളുടെ കൂട്ടത്തിൽ വിഐപികളായി തെരഞ്ഞെടുക്കപ്പെടുന്ന മുത്തഖീങ്ങളെ സഹോദരങ്ങളെ, മരിക്കുമ്പോ സന്തോഷത്തോടെ മരിക്കാൻ കഴിയും, ചിരിയോടെ മരിക്കാൻ കഴിയും, ഖബറിൽ പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ കഴിയും, മഹ്ശറയിൽ തണുപ്പോടുകൂടി നിൽക്കാൻ കഴിയും, എയർ കണ്ടീഷൻ സംവിധാനത്തിൽ നിൽക്കാൻ കഴിയും. ഓ കഴിയില്ല, അവിടുത്തെ കുടിവെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട്, പാലിനേക്കാൾ വെളുപ്പ്, തേനിനേക്കാൾ മധുരം, രുചികരമായ രസകരമായ വെള്ളം അവിടെ വെച്ച് കുടിക്കാനുണ്ട്.
സിറാത്ത് പാലം എന്നെറിയും പോലെ കടന്ന് സ്വർഗത്തിലെത്തിയ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അവിടെ എല്ലാ പഴങ്ങളുമുണ്ട്, എല്ലാ പാനീയങ്ങളുമുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടാ വൃക്ഷത്തിലേക്ക് കൈ നീട്ടുന്നത്. വൃക്ഷത്തിന്റെ ചില്ലകൾ മനുഷ്യന്റെ മുമ്പിലേക്ക് താഴ്ന്നു വരുന്നു. ഉദ്ദേശിക്കുന്ന പഴങ്ങൾ പറിക്കാ. അതല്ലേ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്. കാഫിറുകൾ ആ സന്ദർഭത്തിലാണ് അവിടെ നിന്ന് പറയുന്നത്, ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലാഹ് മുഅ്മിനായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലാഹ് ഞാൻ മുസ്ലിമായില്ലല്ലോ. ربما يود الذين كفروا لو كانوا مسلمين. ഒരു വൃക്ഷത്തിൽ നിന്ന് പൊട്ടിക്കുന്ന പഴം, ആ വൃക്ഷത്തിൽ ഒരേ പഴം, ഒരുപാട് പഴങ്ങൾ, ആയിരക്കണക്കിന് സപ്പോട്ടയുണ്ട്. 1000 സപ്പോട്ടയുടെ രുചിയും 1000 രുചിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഇപ്പൊ പറിച്ചു തന്ന രുചിയല്ല. അല്പം കഴിഞ്ഞ വൃക്ഷത്തിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കുമ്പോ ആ പഴത്തിന് കിട്ടുന്നത്, പടച്ചോനെ പഴം മാറിയോ, മരം മാറിയോ? മരം മാറിയില്ല, വൃക്ഷം മാറിയില്ല, പഴം മാറിയില്ല. ഇത് കാണുമ്പോഴാണ് അല്ലാഹ് മുസ്ലിമീങ്ങളെ സൗകര്യവത്തനാണ്. അവിടെ കുടിക്കുന്ന പഴം, അവിടെ തന്നുന്ന പഴം, അവിടെ കുടിക്കുന്ന വെള്ളം, ഒരു കോപ്പ വെള്ളം മുക്കി ഇപ്പൊ കുടിച്ചു നോക്കുന്ന രുചിയല്ല. പിന്നെ നദിയിൽ നിന്ന് മുക്കിക്കുടിക്കുമ്പോൾ അനുഭവിക്കുന്നത്. സംശയം പറഞ്ഞപ്പോ വേറെ ഒരാള് കോപ്പ കൊണ്ട് മുക്കിയപ്പോൾ അയാൾ നേരത്തെ കുടിച്ച രുചിയല്ല. രുചികൾ ഓരോ സെക്കൻഡിലും ഇവിടുത്തെ വെള്ളങ്ങൾക്ക് മാറുന്നു. ഓ അവിടുത്തെ ഫ്രൂട്ട്സുകൾക്ക് രുചികൾ മാറുന്നു, വ്യത്യസ്തമായ രുചികൾ വരുന്നു. അവന് അല്ലാഹു ഇണയായി കൊടുത്ത ഹൂറുൽ ഈങ്ങളായ സ്വർഗലോകത്തുള്ള ഭാര്യമാർ നേരത്തെ കണ്ട ശൈത്തല്ല, ഭംഗിയും രൂപവുമല്ല. ഇപ്പൊ ചെന്ന് നോക്കുമ്പോ അവന് അനുഭവപ്പെടുന്നത് നേരത്തെ കണ്ടതിലും ഒരു വ്യത്യാസമുണ്ട്. ഓ മാറ്റത്തിന് സന്തോഷമുണ്ട്, മാറ്റത്തിന് രുചിയുണ്ട്. ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ മാനസികമായ സൗന്ദര്യവും മാനസികമായ ആശ്വാസവും കൂടുതലാണ്. അല്ലാഹു 100 പെണ്ണിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിച്ച സ്വർഗത്തിലെത്തിയാൽ അറ്റമില്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോ 100 പെണ്ണിന് എന്നും 100 അവസ്ഥയല്ല, ഒരേ അവസ്ഥയല്ല. ഓരോ സെക്കൻഡിലും ആ ഭംഗി മാറി മാറി വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് പെണ്ണുമായി ബന്ധപ്പെടുമ്പോ എല്ലാ സന്ദർഭത്തിലും ധന്യതയായി അനുഭവപ്പെടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് ദുനിയാവിൽ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാര് ആഖിറത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. ഇവിടെ ഭർത്താവില്ലാതെ മരിച്ചുപോയ പെണ്ണുങ്ങൾക്ക് അല്ലാഹു ആഖിറത്തിൽ ഭർത്താക്കന്മാരെ കൊടുക്കുന്നു. ഭാര്യയില്ലാതെ ജീവിച്ച് മരിച്ചുപോയ ചെറുപ്പക്കാര് ആണുങ്ങൾക്ക് പുരുഷന്മാർ അല്ലാഹു സ്വർഗത്തിലെ ഭാര്യമാരെ കൊടുക്കുന്നു. വിരാജത്തിന്റെ മറുപടിയിൽ വിരാജിച്ച് മഹാന്മാർ സുന്നത്താണെങ്കിൽ പോലും ആ സമയം അല്ലാഹു ലയിച്ചു പോയതിന്റെ ആത്മീയ ലോകത്ത് മുങ്ങിപ്പോയതിന്റെ പേരിൽ ഭാര്യമാരെ സ്വീകരിക്കാതെ ജീവിച്ചുപോയ കറാമത്ത് കൊണ്ട് ജീവിച്ച മഹാന്മാരില്ലേ? ആ മഹാന്മാർക്ക് റബ്ബുനാല സ്വർഗത്തിൽ ഭാര്യമാരെ കൊടുക്കുമ്പോൾ ഈ ലോകത്ത് ഭാര്യമില്ലാതെ ജീവിച്ചുപോയ പെണ്ണുങ്ങളില്ലേ? അവർക്ക് ഇണകളുണ്ട്. ആണിനും
പെണ്ണിനും അവിടെ പരമപരിശുദ്ധരായ ഇണകളുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ആണിന് ഇണയുണ്ട്. പെണ്ണുങ്ങളെ നിങ്ങൾ സംശയിച്ചു പോകേണ്ട, നിങ്ങൾക്കും ഇണകളുണ്ട്. എല്ലാവരും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ട്, ഹൂറുകളുണ്ട് എന്നേ പറയല്. പെണ്ണുങ്ങൾക്കും ഇണകളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു പുരുഷന്റെ സ്പർശനം കൂടാതെ ലോകത്ത് കെടാതെ കാത്തു സൂക്ഷിച്ച ഒരു വനിതയെ പറ്റി ഖുർആൻ പറയുന്നു. ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഒരു പെണ്ണ് ഗർഭം ധരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മറിയം മരിച്ചെങ്കിലും നന്നായിരുന്നു എന്ന് കൊതിച്ചു പോയിട്ടുണ്ട്. രാജ്യത്തെ വിവരമില്ലാത്ത ജനങ്ങളെ തന്റെ ഗർഭത്തെ സംബന്ധിച്ച് കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുമെന്ന് പേടിച്ചതിന്റെ പേരിൽ മരിച്ചു പോകട്ടെ എന്ന് ആശിച്ചുപോയ മറിയം നാളെ സ്വർഗത്തിൽ വരുമ്പോ ഭർത്താവില്ലാത്ത മറിയം ദേവിയുണ്ട്. നേരത്തെ പറഞ്ഞ പുഞ്ചിരിച്ച് മരിച്ചുപോയ സ്വർഗത്തിലെ വീട് കണ്ട് മരിച്ചുപോയ ഫറോവയുടെ ഭാര്യയായി ജീവിച്ച ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു അൻഹയുണ്ട്. ഫറോവ നരകത്തിലാണ്, ആസിയന്റെ സ്വർഗത്തിലാണ്. അതല്ലേ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, സ്വർഗലോകത്ത് രണ്ട് തുർക്കല്യാണമുണ്ട്. ഹബീബായ തങ്ങളാണ് ആ കല്യാണത്തിലെ പുതിയാപ്പടയെന്നും പുതുമാരെന്നും അല്ലാഹുവിന്റെ റസൂൽ പുതിയാപ്പടയായി ഇറങ്ങുമ്പോൾ ഹബീബിന്റെ പുതുനാരികളായി ചമഞ്ഞുകൊണ്ട് സ്വർണം ധരിച്ചുകൊണ്ട് പുതിയ ഉടയാടകൾ ഉടുത്ത് ധരിച്ചുകൊണ്ട് മനോഹരമായ പെൺകുട്ടികൾ ഇറങ്ങി വരുന്നു. ആരാണ് സ്വർഗത്തിൽ ഹബീബ് വിവാഹം ചെയ്യുന്ന സഹോദരിമാര്? ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹാ, ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്ത് ബീവി ആസിയത്ത് റളിയല്ലാഹു അൻഹാ. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ ഈമാനാകുന്ന അനുഗ്രഹം നഷ്ടപ്പെടാതെ മരിക്കുന്ന സന്ദർഭത്തിലും ആ ഈമാനോടുകൂടെ മരിച്ച് ഖബറകത്ത് സന്തോഷത്തോടെ ജീവിച്ച് നാളെ പരലോകത്ത് രക്ഷപ്പെട്ട ഹിസാബ് കൂടാതെ ഭൂമിയിലേക്ക് അല്ലാഹു സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി കൊടുക്കുന്നുണ്ട്. അതിനെ വിഐപികളായി തെരഞ്ഞെടുക്കുന്ന മഹാന്മാരാണ്. 70,000 എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് 70,000 എന്റെ ഉമ്മത്തികൾ സ്വർഗത്തിൽ കിടക്കുന്നത് ഹിസാബ് കൂടാതെയാണ്, വിചാരണ കൂടാതെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1000 നമുക്ക് പെടാൻ കഴിയുമോ? പക്ഷേ നമ്മൾ അല്ലാന്റെ അടിമകളാണ്. എന്തും അല്ലാനോട് ചോദിക്കാമെന്നാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പെടുത്ത് അല്ലാഹു ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാവപ്പെട്ട നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര വലിയ സയ്യിആത്തുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ സയ്യിആത്തുകൾ അല്ലാഹു പുറത്തു തന്നാൽ അല്ലാഹു സയ്യിആത്തിന്റെ പട്ടികകളെ ഹസനാത്തിന്റെ പട്ടികകളാക്കി മാറ്റുന്ന മഹാന്മാരും സ്വാലിഹീങ്ങളുണ്ട്. ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹു തആല നമ്മളെ സയ്യിആത്താക്കോ തോനെ കൂടുതലുള്ളത് അത് ഹസനാത്താക്കി തന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷയുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ സയ്യിആത്തുകളെയും അല്ലാഹു ഹസനാത്താക്കി മാറ്റി തരട്ടെ. ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിച്ച് ഹബീബായ തങ്ങളെ ദിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി ആ മംഗല്യങ്ങളിലും കല്യാണങ്ങളിലുമൊക്കെ സന്തോഷപൂർവ്വം ഒരുമിച്ച് കൂടുവാൻ പടച്ച റബ്ബ് ഈ അനുഗ്രഹീത രാത്രിയുടെ ഈ സന്തോഷമുള്ള ഈ ആത്മീയ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരുടെ ബറക്കത്തുകൊണ്ട് നമുക്ക് മുഴുവനും തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് എല്ലാവിധ ഒരുക്കങ്ങളും ചെയ്യാൻ ഹാസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ, വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ്
സ്വയം ഒരു വിചാരണ ചെയ്യൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിചാരണ ചെയ്തു. സ്വന്തം ശരീരത്തെ തച്ചവരുണ്ട്, അടിച്ചവരുണ്ട്, കയ്യിനെ തീയിൽ വെച്ചവരുണ്ട്. അല്ലാഹുവിന്റെ ഇഖാബ് അവിടുന്ന് അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശരീരത്തെ മെരിച്ചു നിർത്തിയവരുണ്ട്. സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ഒരുപാട് മഹാന്മാരുണ്ട്. നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്നത് സത്യമാണ്. നമ്മുടെ ജീവിതം അവസാനിച്ചു. മരണത്തിന്റെ സിഗ്നൽ പോലും നമ്മുടെ ശരീരത്തിൽ പ്രദർശിക്കപ്പെട്ടു. അത് മുഴങ്ങിപ്പോയി. പക്ഷേ തയ്യാറെടുപ്പിന് നമുക്ക് അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ജാഗരൂകരായി മരണത്തെ സ്വീകരിക്കുവാൻ പ്രകൃതിയായ മുന്നൊരുക്കങ്ങൾ എന്ന ഹദീസ് നമുക്ക് നന്നാകുവാൻ പ്രചോദനമേകട്ടെ എന്ന് സാധുവായ ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ, നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയതും നമ്മൾ സംസാരിച്ചതും കേട്ടതും സ്വാലിഹായ അമലായി, നമ്മുടെ നന്നാകാൻ കാരണമായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.